अवसर मिलता है वो छोटी बात नहीं है। അത് ദൈവനാമത്തിന് മഹത്വത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. वो परमेश्वर के नाम का महिमा के कारण हो जाए। അത് കേൾക്കുന്ന കേൾവിക്കാരെക്കാട്ടിലും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. ये जो सुनने वालों से बढ़कर ये सेवकाई करने वाला प्रभु के दास लोग हैं, उन लोगों के लिए बड़ी बात है। കാരണം അവർക്ക് ഭാഷ തെളിച്ചെടുക്കാൻ ഒക്കും. क्योंकि उनको अपना भाषा और थोड़ा इम्प्रूव कर सकता है या उसको अच्छा कर सकता है। ഇതിന്റെ മുൻപ് ഉള്ളതായ പല ദൈവദാസന്മാരും ട്രാൻസ്ലേഷൻ ചെയ്യാൻ വന്ന് അവരെ ആരെയും ഇതിനകത്ത് കാണാനില്ല. इसके पहले कई सारे लोग अनुवाद करने के लिए हमारे बीच में आए थे, लेकिन उन लोगों को अभी नहीं दिख रहा है। അതിന്റെ ഒരു കാരണം എന്താന്ന് ചോദിച്ചാല് ഒരു കാരണം उसका एक कारण एक ही है कि ഞാൻ ഇപ്പൊ IPC എരുമേലി സെന്ററിലാണ് സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നത്. दास अभी IPC एरमेली सेंटर के वहां पर सेवकाई कर रहा है। ഈ ആഗസ്റ്റ് 15-ാം തീയതി ഒരു വലിയ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ये अगस्त 15 तारीख को एक बड़ा सभा वहां पर रखा है। രാവിലെ പരസ്യയോഗമുണ്ട്, റാലിയുണ്ട്, പരസ്യയോഗമുണ്ട്. सुबह के समय ऐसा जो ओपन एयर मीटिंग है और पब्लिक में मीटिंग रखा है और एक बड़ा रैली भी तैयार किया हुआ है। എരുമേലി സെൻട്രലില് രാവിലെ പരസ്യയോഗത്തിന് അരമണിക്കൂർ ഒരു ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. एरमेली सेंटर में और ये ओपन एयर मीटिंग के लिए एक प्रभु के दास को बुलाया गया है कि आधा घंटा वचन से बातें करने के लिए। അരമണിക്കൂർ ശുശ്രൂഷിക്കുന്നതിന് 5000 രൂപയാണ് അവര് ചോദിച്ചതല്ല, ഡിഷിക്ക് കൊടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. അരമണിക്കൂറിന് 5000 രൂപ. जो आधा घंटा उनको वचन से बातें करने के लिए 5000 रुपया डिस्ट्रिक्ट उन्हें देने के लिए योजना बनाया है। അത് കഴിഞ്ഞ് സംയുക്ത ആരാധനയുണ്ട്, അതിന് പ്രസംഗിക്കുന്ന ആളിനും അതുപോലെ നല്ല ഹവറാ കൊടുക്കുന്നത്. उसके बाद सभी लोग मिलकर एक आराधना रखा है कि उस आराधना में भी भाषण देने के लिए एक व्यक्ति को बुलाया गया है, उनको भी अच्छा एक अमाउंट ऐसा देता है। പാട്ടുകാരന് വേറെയാണ്, जो गीत गाने वालों को और अलग देता है। ഞങ്ങളുടെ റാന്നിയിലൊക്കെ പാട്ടുകാർക്ക് ഒരു മരണ പാട്ട് പാടുന്നതിന് വലിയ തുകയാ. क्योंकि हमारा रानी में ऐसा है कि जो कोई मर गया है उसी घर में भी गीत गाने के लिए आता है, उनको बड़ा अमाउंट देना पड़ता है। അപ്പോൾ അവരെ ചോദിക്കും ഫീമെയിൽ വോയിസ് വേണോ എന്ന് ചോദിക്കും, ഫീമെയിൽ വോയിസ് വേണോ എന്ന് ചോദിക്കും. तो उन्होंने ये पूछेंगे कि तुमको फीमेल वॉइस या लड़कियों के आवाज के लिए कोई चाहिए क्या, पूछेंगे। അപ്പൊ ഫീമെയിൽ വോയിസിന് 2000 രൂപ കൂടുതലാ. क्योंकि अगर कोई लेडीज वहां पर गीत गाने के लिए आएगा तो उनको एक्स्ट्रा 2000 देना पड़ता है। ഞാൻ അന്നേരം ഓർത്ത്, എന്റെ ദൈവമേ, എന്റെ ഭാര്യ എന്റെ അടുക്കിരുന്ന് പാടുന്നു, ഒരു 10 പൈസ പോലും കൊടുക്കുന്നില്ലല്ലോ. तो मैंने ये सोचा है कि मेरा पत्नी मेरे पास बैठ के गीत गाता है, उनको 10 पैसा भी नहीं देता है। അപ്പൊ ഞാൻ പറയാമെന്ന് ഇത്രേ ഉള്ളൂ, मैं ये बोलने के लिए आया हूँ कि അപ്പൊ പ്രസംഗിക്കാൻ വന്നാലും ട്രാൻസ്ലേഷൻ ചെയ്യാൻ വന്നാലും ഇവരുടെ പ്രതീക്ഷ പൈസയാ. क्योंकि जो भाषण देने के लिए आता है और अनुवाद करने के लिए आता है, उन सभी का जो योजना या उनका चिंता यह है कि पैसा चाहिए। അപ്പൊ പൈസ ഇല്ലെന്നവര് ഞങ്ങൾ കയറുന്നില്ലെന്ന് പറഞ്ഞ് അവരങ്ങ് പോവും. जो पैसा नहीं देगा तो वो बोलेंगे हम नहीं करेंगे करके बोल के चले जाता है। പക്ഷെ ഇതൊരു സേവനമാണെന്നുള്ള ചിന്താഗതി അവരെ വിട്ട് മറന്നു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. लेकिन ये एक सेवकाई है करके जो विचार है उनका जीवन से वो दूर हो जाता है या भूल जाता है। ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നാം ചെയ്യുന്ന അവന്റെ നാമത്തിന് വേണ്ടിയുള്ളതായ ഒരു ശുശ്രൂഷയാണ്. ये हमारा प्रभु यीशु मसीह के नाम के महिमा के लिए हम करते हुए एक सेवकाई है। മോശയുടെ സ്ഥാനത്ത് നമ്മൾ ആയിരുന്നവരില് മോശയെ കുറിച്ച് പറയുന്നത് പ്രതിഫലം നോക്കി. അപ്പൊ അതിനു വേണ്ടി നിൽക്കാഞ്ഞത് കൊണ്ട് ഫറവോന്റെ പുത്രി എന്ന പേരിന് യോഗ്യതയില്ലാതെ പുറത്തുപോയി. अगर हम मूसा के बारे में सोचेंगे कि मूसा को जो प्रतिफल पाने के लिए जो था, उसने वो प्रतिफल को इंकार करने के कारण फरौन के बेटा कहलाने का जो अधिकार है या वारिस है वो दूर हो गया।
ദൈവത്തിന്റെ കാര്യത്തിന് പ്രതിഫലത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി സേവന മനോഭാവത്തോടെ ഇറങ്ങണം. परमेश्वर का जो काम है वो एक प्रतिफल चाहते हुए नहीं करना है, वो सेवकाई समझकर हम आगे बढ़ना चाहिए. അങ്ങനെയുള്ളവരെ വളരത്തുള്ളൂ. ऐसे लोग ही बढ़ के आएंगे. എന്റെ ബാല്യകാലം മുതൽ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് എവിടെയെങ്കിലും ഒരു സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാൽ ഞാൻ കളയത്തില്ല. मेरे जवानी से या बचपन विश्वास में आने के समय से मेरा ऐसा एक आदत है कि मुझे गवाही बोलने के लिए या परमेश्वर के बारे में बोलने के लिए कहां पर भी अवसर मिले, मैं वो अवसर को नष्ट नहीं करता है. എവിടെ എനിക്കൊരു സമയം കിട്ടിയാലും ഞാനത് നഷ്ടപ്പെടുത്തത്തില്ല. कहां पर भी मुझे एक अवसर मिले वो अवसर को मैं नष्ट नहीं करूंगा. ഞാൻ ഇങ്ങനെ എനിക്ക് പ്രസംഗിക്കാന് എനിക്ക് ഒക്കുന്നില്ല എന്ന് വരികയും ഞാൻ ഫേസ്ബുക്ക് ഓൺ ചെയ്ത് വീഡിയോയും ഞാൻ പ്രസംഗിക്കും. अगर मुझे प्रचार करने के लिए अवसर नहीं मिलता है तो मैं फेसबुक ऑन करके उसी के द्वारा मैं प्रचार करता हूँ. എവിടെങ്കിലും എന്റെ ശബ്ദം ഒന്ന് തടഞ്ഞു കിടക്കണം. कहां पर भी मेरा जो शब्द है हमें रोकना चाहिए, उधर रहना चाहिए. പ്രാർത്ഥിക്കുകയും ചെയ്യും. प्रार्थना भी करता है. അതിനിടെ കെട്ടിടവും പണി. उसका बीच में घर भी बनाएंगे. അതിനിടെ ഞാൻ കൃഷിയും ചെയ്യും. उसका बीच में मैं खेती भी करूंगा. ഇപ്പൊ എന്നെ 4-5 മൂട് ഏത്തവാഴ കൊലച്ചു. ഭയങ്കര സന്തോഷം അത് കാണുമ്പോ. अभी 4-5 केला का जो झाड़ लगाया हुआ उसमें फल आया है, वो बहुत खुश हो गया. കാരണം എനിക്ക് സമയം കളയാനില്ല, പെട്ടെന്ന് ഇത് തീർക്കണം ഇതല്ല. क्योंकि मुझे समय व्यर्थ करने के लिए नहीं है, वो जल्दी जल्दी पूरा करना है. 68 വയസ്സായി സംഗതി ഇങ്ങനെ മുമ്പോട്ട് പോവുക, പുറകോട്ട് വരികയല്ല. 68 उम्र हो गया है, अभी जो उम्र आगे बढ़ता है पीछे नहीं जाता है. എന്റെ യേശുവിന്റെ ശബ്ദം എത്രയും അന്തരീക്ഷത്തെ നിറയ്ക്കാം അത്രയും ഞാൻ ചെയ്യും. मेरे यीशु के बारे में कितना मेरा जो आवाज मेरे इस वातावरण में रोका सकता है उतना मैं करूंगा. അത് ദൈവം എനിക്ക് തന്ന ഒരു സമർപ്പണമാണ്, ദൈവം തന്ന ഒരു ദൈവകൃപയാ. वो परमेश्वर दिया हुआ एक अनुग्रह है मेरे लिए. ഞാൻ ഇന്ന് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചിന്ത തന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാം. गया दिन परमेश्वर ने मुझे दिया हुआ एक चिंता मैं आप लोगों के साथ बांटना चाहता हूँ. അത് 2-3 കാര്യങ്ങളുണ്ട്, എന്നാൽ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കാം. 2-3 बात है, लेकिन एक बातों से मैं आपको थोड़ा बताना चाहता हूँ. അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞു വന്ന കാര്യം പറയാം. उसके पहले मैं बोल के आया हुआ बातों को पूरी करना चाहता हूँ. നമ്മുടെ പാട്ട് പാടിയതായ ദൈവവൈതല് അവരുടെ ആരാധന ഹോളി കമ്മ്യൂണിയൻ അത് നിർത്തൽ ചെയ്യാൻ തക്കവണ്ണം അവിടുത്തെ അധികാരികൾ ബന്ധപ്പെട്ടു എന്ന കാര്യം പറഞ്ഞത്. हमारे गीत गाया हुआ जो बच्चों ने बताया है कि वहाँ की जो आराधना और प्रभुओं का सेवकाइयों को रोकने के लिए अधिकारी लोग कोशिश किया है. മോനെ നീ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ കർത്താവിന്റെ വരവിന് മുമ്പ് തന്നെ ചിലത് കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ട് നമ്മൾ മാറുകയുള്ളൂ. मेरे बेटा तुम डरो मत, हमारे प्रभु आने के पहले हम कुछ बातों को हमारे आंखों से देखने के बाद हम जाएंगे. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം 149 സങ്കീർത്തനത്തില് അവരുടെ രാജാക്കന്മാരെ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കണം, എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടപ്പിലാകണം, അത് തന്റെ സകല ഭക്തന്മാർക്കും ബഹുമാനമാണെന്ന് ഞാൻ പ്രാർത്ഥിക്കും. मैंने प्रार्थना करने के समय 151 जो वचन है, वचन संगीता है, उसमें से लेकर मैं प्रार्थना करता हूँ उनके जो राजाओं को, जो उनके जो अधिकारियों को जंजीरों से बांध कर हमें रखने वाला उस हमें उनको जो दंडन देता है उस 7वां आयत लेकर मैं प्रार्थना करता हूँ. നമ്മൾ ഈ ദിവസങ്ങളിലെ മാധ്യമത്തിൽ നിന്ന് നന്നായി കണ്ടുകൊണ്ടിരിക്കുക. हम इन दिनों में सोशल मीडिया के द्वारा या माध्यम के द्वारा हम ये बातों को हम देख रहा है, सुन रहा है. ഈ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ ഇന്ത്യ പോഹഞ്ഞുകൊണ്ടിരിക്കുക. उस इलेक्शन के द्वारा इंडिया बहुत हमें धुआं उड़ते हुई अवस्था में है. അത് തന്റെ സകല ഭക്തന്മാർക്കും ബഹുമാനമാണ്. उनके सारे भक्त लोगों के लिए आदर की बात है. ഞാൻ ഉത്തരഭാരതത്തിൽ പെന്തക്കോസ്തുകാരെ തല്ലിച്ചതയ്ക്കുമ്പോൾ അവര് പറയുന്ന ഒരു വാക്കുണ്ട്. उत्तर भारत में मसीह लोगों को, जैसे पेंतकोस्त लोगों को सताने के समय, उनको मारपीट लगाने के समय उन्होंने कहते हुए एक बात यह है कि
അവര് ചോദിക്കുന്നത് ഇത് BJP ഭരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ന് അവര് ചോദിച്ചാ തല്ലുന്നത്. जो मारने वाला ये पूछ के मारता है कि ये बीजेपी जो है अभी राज्य चला रहा है, ये तुम जानते हैं कि पूछ के उनको मारते हैं। അങ്ങനെയാണെന്ന് വരെ ചില ക്രമീകരണങ്ങൾ ഇവിടെ നടക്കും. ധൈര്യമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ശക്തി കർത്താവ് സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കും. ऐसा है तो इन दिनों में परमेश्वर कुछ कार्यों को करने वाला है, तुम सामर्थ्य के द्वारा प्रार्थना करो, परमेश्वर स्वर्ग से अपने सामर्थ्य ले लेंगे। അടങ്ങിയിരിക്കരുത്, മൗനമായിരിക്കരുത്. हमें तुम चुपचाप ना रहो, मौन ना रहना। ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി അങ്ങോട്ട് നില്ല്. ये आपके साथ परमेश्वर के लिए तुम खड़ा हो जाओ। ഞാൻ ഗുജറാത്തിലായിരുന്നപ്പോഴേ मैं जब गुजरात में थे, അവിടുത്തെ ബോർഡ് ഭിത്തി ഈ സ്റ്റേഷനുകളെല്ലാം എഴുതി വെച്ച ഒരു ബോർഡ് എന്റെ ശ്രദ്ധയിലുണ്ട്. वहां पर जो बॉर्डर में स्टेशन में सब लिख के रखा हुआ एक बोर्ड मैंने देखा हुआ है, हिम्मत से कहो हम हिंदू है, हिम्मत से कहो हम हिंदू है. ധൈര്യത്തോടെ പറയുക ഞങ്ങൾ ഹിന്ദു ആണെന്ന്. ധൈര്യത്തോടെ പറയാൻ ദൈവ പൈതലാണെന്ന്. हम हिम्मत से हम कहेंगे कि हम परमेश्वर के संतान है, हम കർത്താവിന്റെ മക്കളാണെന്ന് ധൈര്യത്തോടെ പറ. उस प्रभु के संतान हम है करके ही आपके साथ बोलना. നമ്മളെ കർത്താവ് തള്ളിക്കളയത്തില്ല, हमारा प्रभु हमें इनकार नहीं करेंगे, ഉപേക്ഷിക്കത്തുമില്ല, हमें छोड़ भी ना देंगे. നമുക്ക് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള ചില ഭാഗങ്ങൾ ചിന്തിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4 മുതൽ. इब्रानियों के पत्री उसके 13वां अध्याय उसके 4 आयतों से हम कुछ देखेंगे. പെന്തക്കോസ്ത് സഭകളുടെ വിവാഹവേദിയിൽ വായിക്കുന്ന ഒരു വേദഭാഗമാണത്. पेंतकोस्त शादी के बीच में पढ़ने वाला एक वचन है ये वचन. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. विवाह सब में आदर की बात समझी जाए, എന്നാൽ കിടക്ക നിർമ്മലമാകണം. और बिछोना निष्कलंक रहे. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. क्योंकि परमेश्वर व्यभिचारियों और परस्त्रीगामियों का न्याय करेगा. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. तुम्हारा स्वभाव लोभ रहित हो, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. और जो तुम्हारे पास है उसी पर संतोष किया करो. എന്നിട്ട് പറയുന്ന ഒരു നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. उसकी बात एक अच्छी बातें करता है. ഞാൻ നിന്നെ ഒരു നാള് കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. क्योंकि उसने आप ही कहा है कि मैं तुझे कभी ना छोड़ूंगा और ना कभी तुझे त्यागूंगा. ഈ വിവാഹവേദിയിൽ വായിച്ചു വിടാനേ ഒക്കത്തുള്ളൂ. शादी के समय केवल ये पढ़ के छोड़ देता है, അത് പറഞ്ഞു കൊടുക്കാൻ നേരവുമില്ല, പിന്നെ ഒന്നും നടക്കത്തുമില്ല. वो सुनाने के लिए समय भी नहीं होता है और कुछ करने के लिए भी समय नहीं होता है. പൗലോസ് എന്തിനാ ഇത് പറഞ്ഞത്? पौलुस ये बातें क्यों लिखा है? എബ്രായ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് എന്തിനാ നമ്മളെ ഓർമ്മിപ്പിച്ചത് ഈ കാര്യം? इब्रानियों के पत्र लिखने के समय पौलुस ये बातें हमें क्यों याद दिलाया है? അവിടെ വായിക്കുന്നു, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കുമെന്ന് പറഞ്ഞു. यहाँ पर कहता है कि क्योंकि परमेश्वर व्यभिचारियों और परस्त्रीगामियों को न्याय करेंगे. അത് മത്തായിയുടെ സുവിശേഷത്തിലും ആ വാക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. मत्ती का सुसमाचार में भी हम ये शब्द देखते हैं. പരീശന്മാർ അടുത്ത് 19-ാം അധ്യായം 19:8 പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. 19वां अध्याय उसके 3-ാം വാക്യം 3रा आयत से लिखा है कि अब फरीसी और उसकी परीक्षा करने के लिए पास आकर कहने लगे, क्या हर एक कारण से अपनी पत्नी को त्यागना उचित है? അത് 9-ാം വാക്യം വന്നപ്പോൾ പറഞ്ഞു, 9वां आयत आने के समय ऐसा कहा है, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, और मैं तुमसे कहता हूं,
അപ്പോൾ അത് പരീക്ഷന് വിവാഹമോചനത്തെ കുറിച്ചാണ് പരീക്ഷന്മാര് കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചത്. जो पत्नी को त्याग करना या विवाह रद्द करने के बारे में फरीसी लोग यीशु मसीह के पास आके पूछने लगा, എന്നാൽ യേശു അവരോട് പറയുകയാണ്, लेकिन यीशु मसीह उनसे ये कहता है कि പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. कि जो कोई व्यभिचार को छोड़ और किसी भी कारण से अपनी पत्नी को त्याग करके दूसरे से विवाह ना करना, ദൈവം ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് പരസംഗം എന്ന് പറയുന്നത്. क्योंकि परमेश्वर सबसे घृणा करते हुए एक काम है ये व्यभिचार के काम. ഈ കർത്താവിന്റെ കാലത്ത് ജാതികൾ ഒരുപാട് പേര് ക്രിസ്തുവിലേക്ക് വന്നു. प्रभु यीशु मसीह के समय में जाति लोगों में से अनेक लोग विश्वास में आया. വിശ്വാസത്തിൽ വന്നപ്പോൾ അവരുടെ സ്വഭാവം അവർ വിട്ടുകളഞ്ഞില്ല. विश्वास में आने की बात उन्होंने अपने स्वभाव को इंकार नहीं किया. അവര് രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചവരാ. वह उद्धार पाया हुआ है, बपतिस्मा लिया हुआ है, पवित्र आत्मा भी पाया हुआ है. അതിന് തെളിവ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. उसके सबूत प्रेरितों के कामों में लिखा है. പക്ഷേ അവരുടെ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് മാറ്റം വന്നില്ല. लेकिन उसका स्वभाव में बदलावट नहीं हुआ है. ഒടുവിൽ യെരൂശലേമിൽ അപ്പോസ്തലന്മാരെ എല്ലാരെയും വിളിച്ചു വരുത്തി. उसके बाद यरूशलेम के सारे प्रेरितों को इकट्ठा किया. സഭയ്ക്കകത്ത് വലിയ പ്രശ്നമായി. कलीसिया के अंदर ये बड़ा समस्या हुआ. ഇന്ന് നമ്മുടെയൊക്കെ സഭയിൽ അങ്ങനെ ഒരാൾ വന്നാൽ അവരെ നിവർത്തികളുടെ മുടക്കും അങ്ങനെ ഉള്ളവരെ. आज भी हमारा कलीसिया में ऐसा कोई आएगा तो उन्हें भी रोकता है. അപ്പൊ അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് തുടങ്ങിയതാ അത്. ये प्रेरितों के समय में हुआ है. അപ്പോൾ എല്ലാവരും പത്രോസ് എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. पत्रोस के साथ सभी लोग उसके बारे में बताया, എന്നാൽ ആരുടെയും വാക്ക് ശരിയാകുന്നില്ല. लेकिन किसी के भी बात एक दूसरे के साथ अच्छा नहीं होता है. അപ്പോൾ യാക്കോബ് പറഞ്ഞു, तो याकूब ने ऐसा कहा, രക്തം ശ്വാസം മുട്ടിച്ചത്തത് വിഗ്രഹാർപ്പിതം പരസംഗം അവ ഒഴിഞ്ഞിരിക്കാൻ അവർക്ക് എഴുതാൻ പറഞ്ഞു. जो लघु पीना और जो व्यभिचार करना और जो श्वास को बंद करके मर डालना और मूर्ति पूजा, ये सारे बातों से इन लोग अलग रहना. അപ്പൊ ഇത് മ്ലേച്ഛതയുടെ ലിസ്റ്റിൽപ്പെട്ടത് അതല്ല. क्योंकि ये परमेश्वर एकदम इंकार करते हुए एकदम घृणा करते हुए काम है. അത് ദൈവമക്കൾക്ക് ഉചിതമല്ല. ये परमेश्वर के बच्चों के लिए उचित नहीं है. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ അവിടെ ഒരു സഹോദരി വന്നു മഹനദാൻ ഫെലോഷിപ്പില്. मैं जब मुंबई में था, महनेतन फेलोशिप का एक बहन वहां पर आया. ഭയങ്കര പ്രവചനം അവള്. वो बहुत भविष्यवाणी देता है. ഞാനും എന്റെ ഭാര്യയും പോയി. पास्टर और उनका पत्नी वहां गया. എനിക്കതിനകത്ത് ചില അസംതൃപ്തി തോന്നി. എനിക്കതിനകത്ത് അങ്ങോട്ട് യോജിക്കാനൊക്കാതെ വന്നു. प्रभु के दास को उनके कुछ बातों को देख के उनको तृप्त नहीं हुआ, उसको स्वीकार करने की नहीं हुआ. ഞാൻ ജേക്കബ് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഈ പോക്ക് ശരിയല്ല, ഇവള് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. प्रभु के दास ने वहां के पासवान को बोला, ये तो ठीक नहीं होता है, इनका जो चाल चलन ठीक नहीं. എന്നാൽ പാസ്റ്റർ എന്നെ ശാസിച്ചു. लेकिन पास्टर ने हमें वहां के पास्टर ने प्रभु के दास को डांटा. ചില ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് कुछ हफ्ता होने के पहले ഒരു പ്രാർത്ഥനയ്ക്ക് ജൂയിഗാവിൽ ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ गांव में एक प्रार्थना में वो बैठने के समय തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. उनका सबूत के साथ पकड़ा गया है. അവള് ദൈവജനത്തിന്റെ ഇടയിൽ വന്ന് പ്രവചിക്കും, അല്പ കഴിയുമ്പോൾ വ്യഭിചാരത്തിന് പോകും. हाँ, वो परमेश्वर के लोगों के बीच में आके भविष्यवाणी करता है, थोड़ा देर के बाद वो व्यभिचार का काम करते हैं. അപ്പൊ ഇത് ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. क्योंकि ये बातें परमेश्वर सबसे घृणा करते हुए एक बात है. ഈ വിവാഹം എല്ലാവർക്കും മാന്യമാ, എല്ലാവർക്കും മാന്യമാ. इसलिए वचन कहते हैं कि जो शादी करना हमें जो विवाह है सभी के आदरणीय बात है. പക്ഷേങ്കിൽ കിടക്ക നിർമ്മലമായിരിക്കണമെന്നാ പറഞ്ഞേ. लेकिन अपना बिछौना पवित्र रहना चाहिए. നിർമ്മലം എന്ന് പറഞ്ഞത് അടുത്ത വാക്കോട് മനസ്സിലാക്കാം.
क्योंकि वो जो निष्कलंक या पवित्र रहना उसका दूसरा शब्दों से समझ में आता है। വിവാഹം കഴിഞ്ഞാൽ ആ ഭാര്യ ഭർത്താവിന് ഒരു പ്രൈവസി ഉള്ള പ്രൈവറ്റ് റൂം ഉണ്ട്. हमें जो शादी होने के बाद जो पति पत्नी वो अपने आप के लिए एक कमरा रहता है। ഭർത്താവില്ലാത്ത സമയത്ത് സഹോദരി വേറൊരു പുരുഷനെ കൊണ്ട് കിടപ്പറ പങ്കിടരുത്. ഒരു കാര്യം അതാണ്. हमें जब ये पति नहीं होता है तभी ये पत्नी दूसरा एक आदमी के साथ अपने बिछौना का भागीदार नहीं करना है, वो है एक बात। അതുപോലെ തിരിച്ചും ഭർത്താവ് അത് ചെയ്യരുത്. वैसा भी हमें पति भी वैसा काम नहीं करना है। നിന്റെ നിന്റെ കിടക്ക് നിർമ്മലമായിരിക്കണം. तुम्हारा जो बिछौना हमें निष्कलंक रहना चाहिए। ആ നിർമ്മലത എന്ന് പറഞ്ഞ വാക്കിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കുമെന്നുള്ള വാക്ക്. उस निष्कलंक रहने के कहता है, उसके बाद जो कहता है क्योंकि परमेश्वर व्यभिचारियों और परस्त्रीगामियों का न्याय करेगा। അത് തിരുവചനം പറയുന്നു, നീ ചെയ്യുന്നു ഞാനത് കണ്ടുവെക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നീ ചെയ്യും ഞാൻ കണ്ടുവെക്കും. इनके बारे में ये कहता है, वचन ये कहता है, तुम जो करते हैं मैं देखता हूं। നീ പാപം ചെയ്തേച്ച് മിടുക്കി കളിക്കാനായിട്ട് വന്നു നിൽക്കും. तुम पाप करने के बाद अपने आप को एकदम पवित्र करके दिखाता है। പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യാവ് 1:2, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് പറഞ്ഞു. लेकिन परमेश्वर के वचन यशायाह के किताब 1:2 में कहता है, ये आकाश सुन, ये धरती कान लगाओ। ദൈവത്തമ്പുരാൻ നീ പറയും ഞാൻ എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ ആകാശത്തെ ഭൂമിയെ വിളിക്കും. अब परमेश्वर कहता है, तुम बोला हुआ करते हुए सब सही है करके बोलेगा तो मैं आकाश और धरती को बुलाएंगे। ആകാശത്തെ ഭൂമിയെ വിളിച്ച് നിനക്കെതിരെ അവിടെ സാക്ഷി പറയാൻ ദൈവം തമ്പുരാൻ നിർത്തും. आकाश और धरती को मैंने बुलाकर तुम्हारे विरुद्ध गवाही बोलने के लिए मैं वहां खड़ा करूंगा। പ്രവാചക വാക്യത്തിൽ പറയുന്നു, നീ ചെയ്തതൊക്കെ ഞാൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെക്കുമെന്ന് പറഞ്ഞു. भविष्यवाणियों के नाम, भविष्यवाणियों के शब्दों में ये कहता है, तूने जो कुछ काम किया है और सब कुछ तेरे आंखों के सामने मैं प्रकट करूंगा। ഇന്ന് വീഡിയോ കാണുന്നത് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അവിടെ. आज हम वीडियो में देखते हैं जैसा उस दिन हमारे आंखों के सामने सब कुछ देखेंगे। ചെറുത് പോലും വലുത് പോലും സകലത് നോട്ട് ചെയ്യാൻ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഉണ്ട്. हमें छोटे से बात हो बड़े बात हो सब कुछ लिखी रखने के लिए स्वर्गदूत वहां पर बैठा है। ഇന്ന് ഹിഡൻ ക്യാമറയും CCTV ക്യാമറയും ഒക്കെ ഉണ്ട്. आज जो CCTV होता है और हमें चुपके रखने वाला कैमरा सब होता है। അപ്പോൾ ഇത് മറച്ചു വെക്കാൻ ആർക്കും കഴിയത്തില്ല. ये छुपा के रखने के लिए किसी को भी नहीं होगा। ഇന്നത്തെ സംവിധാനം ഇന്നിങ്ങനെ കാണുന്നെങ്കിൽ ദൈവസംവിധാന്റെ സന്നദ്ധിയിൽ സകലവും നഗ്നവും മലർന്നതുമാണ്. आज इस दुनिया में इतने सारे हमें संविधान है तो परमेश्वर के सामने कुछ भी छुपा नहीं सकता है क्योंकि सब कुछ नंगा और खुला है। അവിടെ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വെറുക്കുന്നു. यहाँ पर कहता है क्योंकि परमेश्वर व्यभिचारियों और परस्त्रीगामियों का न्याय करेंगे। ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിലെ, ഹബക്കൂക്ക് 2:11. हबक्कूक 2 अध्याय उसके 11 आयत में, ചുവരുകളിൽ നിന്ന് കല്ലും നിലവിളിക്കുകയും മരപ്പണിയുന്നത് തുലാം ഉത്തരം പറയുകയും ചെയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത്. क्योंकि घर के भेद का जो पत्थर दुहाई देता है और उसके छत की कड़ी उनके स्वर में स्वर मिलाकर उत्तर देती है। നീ പാപം ചെയ്യും ഞാൻ അത് കണ്ടുവെക്കും. तो पाप करेगा मैं उसको देख के लिखी रखूंगा। ഒരു പക്ഷേ നിന്റെ ഭർത്താവ് അല്ലെ നിന്റെ ഭാര്യ കണ്ടു കാണത്തില്ല. शायद तुम्हारा पति या तुम्हारे पत्नी वो नहीं देखा होगा। ഒരു പക്ഷേങ്കിൽ മക്കൾ അറിഞ്ഞു കാണത്തില്ല. शायद वो बच्चे लोग नहीं जानता होगा। ലോകത്തിൽ ആരും കണ്ടില്ല. ये दुनिया का कोई भी व्यक्ति वो देखा नहीं। പക്ഷനിവരിൽ ഈ ആകാശവും ഭൂമിയും ഈ ചുവരിൽ നിന്ന് കല്ലുകളും മരപ്പണിയുന്ന മോന്തായവും സാക്ഷ്യം പറയും. लेकिन आकाश और धरती और जो दीवार के जो पत्थर है और जो छत की कड़ी है ये सब कुछ वहां पर जवाब देंगे।
ഇന്ന് വ്യാജ ഉപദേശങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. आज जो झूठा उपदेश बहुत सारे निकला हुआ है, ദൈവവചനം പഠിപ്പിക്കത്തില്ല. परमेश्वर के वचन नहीं सिखाता है, ദൈവവചനം പഠിപ്പിച്ചാൽ അതിന് മുന്നിലിരിക്കാൻ ആളില്ല. परमेश्वर के वचन सिखाएगा तो उनको सुनने के लिए उनके सामने कोई नहीं रहता है। എന്നാൽ മറ്റു പല ഇക്കിളിപ്പെടുത്തുന്ന കാര്യം പറയാമെങ്കിൽ ഇഷ്ടംപോലെ ആള് വരും. हाँ, लेकिन जो प्रेज़ द लॉर्ड खुशी दिलाने वाला या कुछ लगाने वाला कुछ बातों को बोलेगा तो बहुत सारे लोग आता है। നമുക്കറിയാവുന്ന മഹാനായ ഒരു രാജാവാണ് ശലോമോൻ. हम जानते हैं कि एक महान राजा था शलोमोन। ഇന്ന് നമ്മൾ വായിക്കുന്ന ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലും കൂടെയുള്ളവര് കഷ്ടത്തിലായപ്പോൾ യെരൂശലേമിന് നേരെ കിളിവാല് തുറന്നിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. हम जो दानियल के किताब में पढ़ता है कि हमें दानियल के समय में उनका पीड़ा तो बढ़ने के समय उसने यरूशलेम के और अपनी खिड़कियों को खोल के रखे उन्होंने प्रार्थना की है। ചരിത്രത്തിലെ സംഭവത്തിലെ ഏറ്റവും വലിയ ഒരു ആലയം ശലോമോൻ പണിതു. हमें इतिहास में सबसे बड़ा एक सुंदर परमेश्वर के मंदिर शलोमोन ने बनाया है। എന്നിട്ട് 6 അടി ഉയരമുള്ള ഒരു പീഠമുണ്ടാക്കി അത് കയറി നിന്നു. हाँ, लेकिन 6 फुट ऊंचा एक पीढ़ बना के उसके ऊपर उसने खड़ा हो गया। 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. दूसरा इतिहास 6वां अध्याय पढ़ने के समय वहां पर हम देखते हैं कि शलोमोन परमेश्वर से प्रार्थना की, ദൈവമേ, സ്വർഗത്തിലും സ്വർഗത്തിലും അധിവസിക്കുന്ന കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പണി കഴിപ്പിച്ച ആലയത്തിൽ നിന്നെ വസിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. ए परमेश्वर स्वर्गादि में ना बैठने वाले परमेश्वर, मैंने जो बनाया हुआ निवास स्थान है वहां पर आपको मैं बिठा नहीं सकता हूं करके उसने कहा। എന്നാൽ ഞാൻ നിന്നോട് അപേക്ഷ കഴിക്കുന്നത്, लेकिन मैं आपसे एक विनती करता हूं कि നിന്റെ ജനം പരദേശവാസികളാകുമ്പോഴോ, तेरे लोग जो परदेशी वासी होके रहने के समय, നിന്റെ ജനം കഷ്ടത്തിലാകുകയോ, आपके लोग जो संकट में पड़े रहने के समय അവരെ അടിമകളായി ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയോ, उन्हें कोई गुलामी होकर अपना देश में पराये देश में ले जाएगा तो അവര് വിഷമഞ്ഞോ വെൺകതിരോ വെട്ടിക്കിളിയോ തുള്ളനോ പച്ചപ്പുഴു എന്തു വന്നാലും ഞാൻ ഈ പണി കഴിപ്പിക്കുന്ന ദൈവാലയത്തെ നോക്കി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് അവർക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. नीतियों के द्वारा या सत्ताव के द्वारा या जो वोस करने के या कई सारे परेशानियों में उन लोग तड़पते रहने के समय आपके और देख के प्रार्थना करेगा तो मंदिर की ओर देख के प्रार्थना करेगा तो उन्हें छुड़ाना करके उन्होंने प्रार्थना की। ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. उस प्रार्थना परमेश्वर सुन के परमेश्वर ने कहा मैं वैसा ही करूंगा। ദാനിയേൽ പ്രവാസത്തിൽ കഷ്ടത്തിലായിരുന്നപ്പോൾ, दानियल जब बंधुआई में जब क्लेश में पड़े थे, ഈ പ്രമാണം അറിയാവുന്നത് കൊണ്ട് യെരൂശലേമിന് നേരെ കിളിവാല് തുറന്നിട്ട് പ്രാർത്ഥിച്ചു. ये व्यवस्था को उन्होंने जानते थे, इसी कारण वह यरूशलेम की और अपने खिड़कियां खोल के रखे प्रार्थना की। അപ്പോൾ മഹത്വം ഇറങ്ങി വന്ന് വസിച്ച സ്ഥലമാണ് ശലോമോൻ പണി കഴിപ്പിച്ച ദൈവാലയം. उसी समय जो महिमा उत्तर की आके प्रकट हो गया हुआ जगह था कि यरूशलेम मंदिर जो शलोमोन ने बनाया। പുരോഹിതന്മാരല്ല പ്രതിഷ്ഠിച്ചത്, ആ ആലയം പ്രതിഷ്ഠിച്ചത് ശലോമോനാണ്. उस जो हमें मंदिर है, मंदिर को जो प्रतिष्ठा किया हुआ याजक लोग नहीं है, परमेश्वर ने उसका प्रतिष्ठा किया है। ശലോമോൻ പറഞ്ഞതുപോലെ ദൈവം ചെയ്യാമെന്ന് പറഞ്ഞു. शलोमोन ने जो कुछ कहा है परमेश्वर ने कहा वैसा करूंगा। ന്യായപ്രമാണത്തിൽ ദൈവം പറഞ്ഞിരുന്നു നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുത്. व्यवस्था में जो परमेश्वर ने लिखा है कि तुम मिस्रैम की ओर ना जाना। മിസ്രൈമിലെ കുതിരയെ നിങ്ങൾ മേടിക്കരുത്. മിസ്രൈമിലെ കുതിരയെ നിങ്ങൾ മേടിക്കരുത്. हाँ, मिस्रैम का जो घोड़ों को तुम ना खरीदना। അവരുമായി സംബന്ധം കൂടരുത്. उनके साथ तुम कोई संबंध ना रखना। ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പോലെ ശലോമോനും രാജ്യങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. आज के हमारा प्रधानमंत्री जो विदेश राज्यों में जाता जैसा शलोमोन ने भी विदेश राज्यों में जाना शुरू किया। അവിടെ ചെന്നപ്പോൾ
45 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതേണ്ട സംഭവിച്ചവിടെ. आमीन। उधर जो हुआ है 45वां भजन संगीत में लिखा हुआ जो बातों को वहां पर हुआ है। ഫറവോന്റെ പുത്രിയെ കണ്ടപ്പോ അങ്ങ് സന്തോഷം തോന്നി. और उनका बेटी को देखने के समय उन्हें खुशी लगा। എന്റെ മകളുടെ കല്യാണം നടക്കുമ്പോഴേ जब पास्टर के बेटी का जब शादी होने के समय KM ജോസഫ് പാസ്റ്ററെ കൊണ്ട് വിവാഹം നടത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. KM जोसेफ पास्टर को बुला के ये शादियां कराने के लिए मेरा योजना था। പാസ്റ്ററെ വിളിക്കാൻ പാസ്റ്റർ വീട്ടിൽ ചെന്നു. पास्टर को जब बुलाने के लिए उनके घर पे गया मैं ഞാൻ പാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു. पास्टर से एक ही बात कहा है, പാസ്റ്ററെ കല്യാണത്തിന് 45 സങ്കീർത്തനം വായിക്കത്തില്ല എന്ന് പറഞ്ഞു. पास्टर मेरा बेटी का शादी में 45वां भजन संगीत मैं नहीं पढ़ूंगा। എന്താണ് എന്നോട് ഞാൻ പറഞ്ഞു, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നും ചെയ്യാൻ എനിക്കൊക്കത്തില്ലെന്ന് പറഞ്ഞു. मैंने कहा उसमें लिखा हुआ जो कुछ है हमें वो कुछ भी काम मुझे कर नहीं सकता है। എന്റെ ഭാര്യയുടെ വിവാഹത്തിന് 400 രൂപയുടെ ഒരു സാരി അവിടുത്തത് അതുപോലെ ആയിരിക്കും എന്റെ മകൾക്കെന്ന് പറഞ്ഞു. मेरा जो शादी में मेरे पत्नी हमें 40 रुपया का जो साड़ी पहना है वैसा मेरे बेटी का भी हो जाएंगे। അപ്പൊ ഈ കശവും പൊൻകശവും ഈ ഇതൊന്നും ഇടാൻ മണിയും ഒന്നും കെട്ടാൻ ഒക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം ഉപേക്ഷിച്ചതാന്ന് പറഞ്ഞു. और उसमें जो लिखा हुआ हमें मोतियों से बनाया हुआ जो कपड़ा है और जो मणि लगाया हुआ वो कुछ मैं कर नहीं सकता है, वो सब मैं इंकार किया हुआ है। പിന്നെ ഏതാ വായിക്കുന്നത്? ഞാൻ പറയും ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗം ആദിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്നുള്ള വായിക്കുമെന്ന് പറഞ്ഞു. फिर उन्होंने पूछा फिर कौन सा पढ़ेंगे? मैंने बोला है उत्पत्ति के किताब में जो लिखा हुआ है परमेश्वर ने सृष्टि करने के समय लड़का लड़की जो बनाया है करके जो लिखा है उसी भाग को पढ़ेंगे। അദ്ദേഹം ഇരുന്നിടത്തു എഴുന്നേറ്റ് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു വെരി ഗുഡ് എന്ന് പറഞ്ഞു. उसने बैठा हुआ जगह से उठ के मुझे हाथ मिला के बोला हमें बहुत अच्छा है। ഈ ശലോമോൻ എന്താ പറ്റിയതെന്ന് അറിയാമോ? इस सलोमन को क्या हुआ है? നല്ല പെൺപിള്ളേരെ കാണുന്നതെല്ലാം ഇഞ്ഞു കൊണ്ടുവരും. जो अच्छा है करके उसको लगता है या लड़कियां होने दो उसको लेके आता है। ഉടനെ ഈ പെൺപിള്ളേരെ കണ്ട് 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 ഉത്തമഗീതം എഴുതി. उसने ये सब कुछ देखे हमें श्रेष्ठ गीत को लिखा है। ചില ഭാഷമാർക്ക് ഈ ഉത്തമഗീതം പഠിപ്പിക്കുന്ന വലിയ ഇഷ്ടം. പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് പഠിപ്പിക്കുന്ന എന്തിനാണ് ഇക്കിളിപ്പെടുത്തണം പെൺപിള്ളേരെ. हमें कुछ लोग वो श्रेष्ठ गीत को पढ़ाने के लिए बहुत अच्छा लगता है, लेकिन वो नहीं पढ़ाने करके नहीं बोलता हूँ, क्योंकि वो पढ़ने से लोगों के बीच में कुछ ना कुछ उनको कुछ खुशी लगाना है। ഒടുവിൽ സംഭവിച്ചതെന്താ? വയോധികനായപ്പോൾ ഓരോ പെണ്ണുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒന്നിനെ വേണം, അവിടെ ദേവനെ ഉണ്ടാക്കണം, ദേവിയെ ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കി കൊടുത്ത് 2000-ലധികം സദൃശവാക്യം എഴുതിയ ശലോമോൻ ദേണ്ട കിടക്കുന്ന അങ്ങ് പോയി. हमें उसने उनको क्या हो गया है, जब उम्र होने के बाद उनके औरत लोग जो कहा है हमको यहाँ मंदिर बना वहां मंदिर बनाना, उन्होंने जो बोला जैसा उन लोगों को मंदिर बना के देते आमीन क्या हो गया, उसने इतने सारे नीति वचन को लिखा हुआ है लेकिन उसने आमीन वहां से चले जाना पड़ा। ഒരു ദൈവദാസന്റെ ശുശ്രൂഷ കാണുമ്പോൾ അറിയാം ഇദ്ദേഹം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. एक परमेश्वर के दास का सेवकाइयों को देखने के समय मालूम पड़ेंगे वो खड़ा हो जाएंगे क्या या पीछे हट जाएंगे। അപ്പൊ എബ്രായ ലേഖനത്തിലും പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. इब्रानियों के पत्री में भी हमें यही लिखा है तुम्हारा जो स्वभाव लोभ रहित होने दो। അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ചുവരുകളിൽ നിന്ന് കല്ലുകളും മരപ്പണിയിൽ നിന്ന് മോന്തായവും സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. तो आमीन हम बोला हुआ बात यह है कि अब की किताब में लिखा है कि क्योंकि घर की भीत का जो पत्थर दुहाई देता है और उसके छत की कड़ी उनके स्वर में स्वर मिलाकर उत्तर देती है। അപ്പോൾ ആകാശത്തെ ദൈവം വിളിക്കും, आकाश को परमेश्वर बुलाएंगे, ഭൂമിയെ വിളിക്കും, धरती को बुलाएंगे। അത് മാത്രമല്ല മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മർക്കോസ് 6:11. केवल ये नहीं है कि मरकुस के सुसमाचार 6वां अध्याय उसके 11 आयत में ये कहता है, നിങ്ങൾ ഒരു പട്ടണത്തിൽ സുവിശേഷം പറയാൻ പോകുമ്പോൾ
तो एक शहर में जो सुसमाचार सुनाने के लिए जाता है, നിങ്ങളെ അവർ കൈക്കൊള്ളുന്നില്ല എന്ന് വരികിൽ जिस स्थान के लोग तुम्हें ग्रहण ना करे, നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയിട്ടേക്കാൻ പറഞ്ഞു, പൊടി തട്ടിയിട്ടേക്കാൻ പറഞ്ഞു. वहां से चलते ही अपने तलवों की धूल चाट डालो, അത് സാക്ഷ്യത്തിനായി വരുമെന്ന് പറഞ്ഞു. कि उन पर वो गवाही हो जाएंगे. അബ്രഹാം ദൈവത്തോടും ദൈവം അബ്രഹാമിനോടും സംസാരിക്കുമ്പോൾ परमेश्वर अब्राहम से, अब्राहम परमेश्वर से जब बातें करने के समय, എന്റെ മകനെ ഈ വിറകിന് മേൽ യാഗം കഴിച്ചാൽ ഈ ചാരത്ത് നിന്ന് മക്കളെ തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാം പറഞ്ഞു. अब्राहम ने ये कहा है कि मैं मेरा बेटा को इस लकड़े के ऊपर रख के बलि चढ़ाएंगे, वो राख बन जाएगा, तो वहां से भी मेरा बेटा को वापस दे सकता है मेरा परमेश्वर. അപ്പൊ അസാധ്യമായ കാര്യങ്ങളെയാണ് ദൈവം തമ്പുരാൻ സാധ്യമാക്കുന്നത്. जो बातें असंभव है उसको परमेश्वर संभव बनाते हैं. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇതിനൊരു സമാപ്തി വരുത്തുവാനുള്ള സമയം അടുത്തിരിക്കുക. इसलिए मैंने कहा है यह सब कुछ का समाप्त होने का एक समय निकट है. അതിന് ഹബക്കൂക്ക് പറയും ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ടെന്നാ. इसलिए हबक्कूक कहता है दर्शन के लिए एक समय रखा है. ഈ തല്ലിച്ചതയ്ക്ക് എല്ലാം മാറി ദൈവമക്കൾക്ക് ഒന്ന് ഉണരാനുള്ള സാധ്യത അടുത്തു വരികയാ. यह सब कुछ जो मारपीट लगाता है ये खत्म होकर परमेश्वर के बच्चों को उठने का एक समय निकट आ रहा है. തന്റെ ജനത്തിന്റെ യാത്രയുടെ സമയം അടുത്തു വരികയാ. और उसके लोगों के यात्रा शुरू करने का समय करीब हो गया है. തയ്യാറായി നിൽക്കണം. हम तैयार होकर रहना चाहिए. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, इसी कारण इब्रानियों के पत्री में ये लिखा है कि വിവാഹം എല്ലാവർക്കും മാന്യമാ. जो विवाह सभी के लिए आदर की बात है, പക്ഷേ നിന്റെ കടക്ക നിർമ്മലമായിരിക്കണം. लेकिन तुम्हारा बिचौना निष्कलंक रहना चाहिए. വ്യഭിചാരികളെയും ദുർമാർഗികളെയും ദൈവം വെറുക്കുന്നു. क्योंकि वह बिचारियों को और परस्त्रीगामियों को परमेश्वर घृणा करता है. ഈ ദിവസം ഞാനിത് പറയാനുള്ളതിന്റെ പല കാരണങ്ങളുണ്ട്. मैं ये बोलने के लिए कई सारे कारण है. നമ്മുടെ കേരളത്തിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിലും വിവാഹ മോചനങ്ങളും ധാരാളം നടന്നുകൊണ്ടിരിക്കുക. हमारा केरला में पेंतकोस्त लोगों के बीच में भी जो शादी को रद्द करने का काम बहुत हो रहा है. എന്നാൽ ഗുഡ് ന്യൂസിനകത്ത് വരുന്നുണ്ട് തന്റേതല്ലാത്ത കാരണത്താൽ എന്ന്. ഗുഡ് ന്യൂസിൽ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നടന്നു. लेकिन गुड न्यूज में ये प्रचार किया जाता है कि या उसमें ये आड़ आता है कि जो अपने गलतियों से नहीं है, दूसरा के गलतियों के द्वारा मेरा शादी रद्द हुआ है. എഴുതുന്നത് ശരിയാ. लिखा हुआ जो सही है. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായത് ഇപ്പൊ എന്താണെന്ന്. मैं पहले जो बोला है आपको समझ में आया होगा. അവരുടെ കിടക്ക നിർമ്മലമാകാത്തത് കൊണ്ടല്ലേ അത് സംഭവിച്ചത്. उनका बिचौना निष्कलंक ना होने के कारण ये सारे बातें हो रहा है. അവിടെ ഒരു വാക്കൂടെ പൗലോസ് ചേർത്തിരിക്കുന്നത്, वहां पर पौलुस और एक शब्द भी लिखा हुआ है, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാ പറഞ്ഞത്. हमें तुम्हारे पास जो है उससे तुम तृप्त हो जाए. നാളെ എന്നെ കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിപ്പിച്ചില്ലേലും ഒരു പ്രശ്നവുമില്ല. कल मुझे इस प्लेटफॉर्म में भाषण देने के लिए मुझे अवसर नहीं मिला है तो भी कुछ प्रॉब्लम नहीं है. എന്നോട് ക്ഷമിക്കണേ ഞാനൊരു കാര്യം പറയുന്നതിന്. मुझसे माफ करना, मैं एक बात बोलना चाहता हूँ. എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ഒരു 4 വർഷത്തോളമായി ഞാൻ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. मुझे ऐसा लग रहा है कि 4 साल से मैं ये प्लेटफॉर्म में है. എന്റെ ഒരുപാട് പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇതുവരെ ഒരെണ്ണം പോലും വന്നിട്ടില്ല. मेरे कई सारे जो भाषण है रिकॉर्डिंग किया हुआ है, लेकिन फेसबुक में या यूट्यूब में वो नहीं देख पाया है. കാരണം നിങ്ങളുടെ കുഴപ്പമല്ല, ഇതുപോലുള്ളത് പറഞ്ഞാല് പിന്നെ പ്രശ്നം അതായിരിക്കും. ചിലപ്പോ എനിക്ക് അറിയത്തില്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടേത് അത് പരിശോധിച്ചാൽ കണ്ടറിയും. ആകട്ടെ, അപ്പൊ ഇതും ഇടുമോന്ന് എനിക്ക് അറിയത്തില്ല. ഇട്ടതായിരുന്നേ 4 പേർക്ക് പ്രയോജനം വന്നേനെ. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് പറഞ്ഞു.
अभी जो कुछ तुम्हारे पास है उससे तुम तृप्त हो जाए। അതിന് വിവാഹവേദിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടെ. उसके लिए जो विवाह के समय या शादी के समय बोलते हुए और एक बात है कि വിവാഹം എന്ന് പറഞ്ഞാൽ തുണി കഴുകി തരാനും ആഹാരം വെച്ച് തരാനും അല്ല. जो विवाह या शादी बोलेगा तो तुम्हारे वस्त्र धोने के लिए, खाना बना के देने के लिए नहीं है। അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ऐसा नहीं करना है करके मैं नहीं बोलता हूँ। പൗലോസ് പറയുന്നു സ്ത്രീ പുരുഷനും പുരുഷന് സ്ത്രീയും കടമ്പട്ടത് ചെയ്യട്ടെ എന്ന. क्योंकि पौलुस कहता है स्त्री पुरुष के लिए और पुरुष स्त्री के लिए जो कुछ करना चाहिए वो करके देना है। അതിനു വേണ്ടിയാണ് വിവാഹം നടക്കുന്നത്. उसी के लिए जो शादी करता है। അപ്പൊ ആ കടമ്പട്ടതിന് കുറവ് വരുമ്പോ വീട്ടിൽ കലഹം ആരംഭിക്കും. जो कुछ करना चाहिए था वो पूरा नहीं करने के द्वारा घर के अंदर झगड़ा होता है। ഞാൻ ഈ പറയുന്നത് എഴുതിയിട്ട് നിങ്ങൾ പരീക്ഷിച്ചോ ശരിയാണോ അല്ലയോ എന്ന് എന്നോട് പറഞ്ഞാൽ മതി. मैं जो बोलता हुआ बातों को आप लिखी रखो, ये सही है क्या गलत है क्या, परखने के बाद मुझे बताइए। ഇത്രയും വർഷം കൊണ്ട് നിരവധി സംഭവങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ ധൈര്യം ഉണ്ടാകുന്നത്. इतने साल के अंदर मैं बहुत सारे विषयों को हमें पूरा किया है। कई लोगों का समस्या को मैंने सॉल्व किया है, इसी कारण मुझे ही आपके साथ आपके सामने बोल सकता है। അപ്പോൾ കടപ്പാടിന് കുറവ് വരുമ്പോൾ പ്രശ്നം ആരംഭിക്കും. जो पति पत्नी के लिए, पत्नी पति के लिए करना चाहिए था वो पूरा नहीं करने के द्वारा उधर समस्या होता है। ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ പ്രശ്നമാണെന്ന് കേട്ടാൽ ഉടനെ മനസ്സിലാക്കിക്കോണം അവരുടെ രഹസ്യ ജീവിതത്തിൽ പ്രശ്നമുണ്ട് എന്ന്. पति पत्नी के बीच में अगर झगड़ा होता है तो ये बातों को अब समझना है कि उनके रहस्य जिंदगी में कुछ ना कुछ प्रॉब्लम है। 40% വീട്ടിലെ പ്രശ്നം ഇതുകൊണ്ടാണ്. 40% जो हमें घर के अंदर समस्या होता है इसी कारण से। വീട്ടിൽ പ്രശ്നം ആരംഭിക്കുന്നത്. उसी में से जो घर के अंदर വീട്ടിൽ പ്രശ്നം ആരംഭിക്കുന്നത് അവിടുന്ന്. हमें जो घर के अंदर समस्या शुरू होता है वहां से। ആ പ്രശ്നമാണ് മുമ്പോട്ട് പോകുന്നത്. उस समस्या आगे बढ़ते बढ़ते जाता है। പണമില്ല എന്ന് വരികിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു 10% ഉള്ളൂ. पैसा नहीं होने के कारण जो समस्या होता है वो 10% होता है। പിള്ളേരുടെ പ്രശ്നത്തിന് ഒരു 10% വരത്തുള്ളൂ. बच्चों के विषय में भी 10% समस्या होता है। അങ്ങനെ നമ്മളെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മൾ ചിന്തിച്ച് നോക്ക് ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന്. वैसा आप अपना पारिवारिक जीवन में होते हुए समस्याओं को जरा परखी देखिए, मैं बोला हुआ बातों गलत है क्या सही। ഭാര്യയ്ക്ക് താല്പര്യമുണ്ട്, ഭർത്താവിന് താല്പര്യമില്ല, ഭർത്താവിന് താല്പര്യമുണ്ട്, ഭാര്യയ്ക്ക് താല്പര്യമില്ല. पति को इच्छा है तो पत्नी को इच्छा नहीं है, पत्नी को इच्छा है तो पति को इच्छा नहीं है। കുടുംബജീവിതം കലഹത്തിലേക്കേ പോകത്തുള്ളൂ. पारिवारिक जीवन बहुत दुखी की अवस्था में चले जाएंगे। പോക്ക് പിന്നെ വലിയ നാശത്തിലേക്കേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. वैसा ही जाते जाते बड़ा नाश में होके गिर जाते हैं। അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന്. इसी कारण कहता है जो कुछ तुम्हारे पास है उससे तुम तृप्त हो जाए। ഇന്നും സുവിശേഷ വേലയിൽ നന്നായി പ്രകാശിക്കുന്ന ഒരു ദൈവദാസനെ എനിക്കറിയാം. आज हमें सुसमाचार के सेवकाई में अच्छा से प्रशोभित होते हुए एक प्रभु के दास को मैं जानता हूँ। അദ്ദേഹം ക്രിസ്ത്യാനിയായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കിടപ്പറയിലേക്ക് വിളിച്ചു. അദ്ദേഹം പോയില്ല. പിറ്റേ ദിവസം പ്രസംഗത്തിനുള്ള മെസ്സേജ് തയ്യാറാക്കുക. हमें उसके पत्नी अपने बिछोने पर पति को बुलाया, लेकिन पति नहीं गया। उसने दूसरा दिन का संदेश तैयार कर रहा था। സംഭവിച്ചത് നിങ്ങളിരുന്ന് പ്രസംഗിച്ചോ പോവാന്ന് പറഞ്ഞവര് തന്നെ സൂസൈഡ് ചെയ്തു. നിങ്ങൾ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ സൂസൈഡ് ചെയ്തു. वो जो उनका पत्नी पति से बोला तुम जाके प्रचार करो करके बोल के वो अपने आप को आत्महत्या किया। ഇന്നും ലോകത്തിൽ ആ ദൈവദാസൻ നന്നായി പ്രകാശിക്കുന്നുണ്ട്. ഞാൻ അടയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് പറയുന്നില്ല.
आज भी वो परमेश्वर के दास अच्छी तरह से परमेश्वर के सामने प्रशोभित होकर आगे बढ़ रहा है, लेकिन उनके बारे में ज्यादा मैं बताना नहीं चाहता हूँ, शायद तुम पहचान। ഞാൻ ഞാൻ കൊട്ടാരക്കര ശുശ്രൂഷിക്കുമ്പോൾ 4 കുടുംബജീവിതം കോടതിയുടെ വക്കീലെത്തിയത് ഞാൻ ഇങ്ങനെ പറഞ്ഞവരെ ഒരു കുടുംബത്തിലാക്കി. मैं जब कोटारा के जगह में केरला में जब सेवकाई करने के समय 4 परिवार कोर्ट में जाके हमें विवाह रद्द होने का जो अवसर था, लेकिन उनको ये बातों को समझा कि उनका परिवार को मैं ठीक कर दिया। ഞാന് ചെന്നൈയിലായിരുന്നപ്പോൾ ഒരു കുടുംബത്തെ കൊണ്ട് പുനരൊരു വിവാഹം നടത്താൻ വന്നു. തലേ ദിവസം വൈകിട്ട് പ്രസംഗിച്ചു, പിറ്റേ ദിവസവും പ്രസംഗിച്ചു. जब मैं चेन्नई में था, वहां से एक परिवार को लेकर पुनलुर जगह में शादी के लिए शादी का सेवकाई के लिए आया। पहले दिन भी भाषण दिया, दूसरा दिन भी भाषण दिया। വലിയ മഹാനായ ഒരു മനുഷ്യനാണ്, സമ്പത്തിന്റെ കലവറയാണ്. बड़ा एक महान व्यक्ति था, उनको उनके आर्थिक रीति से वो बड़ा संपन्न था। 4 മക്കളുണ്ട്. ഈ ഭാര്യ ഭർത്താവുമായിട്ട് മിണ്ടത്തില്ല. 4 बच्चों है, लेकिन ये पति पत्नी आपस में बात नहीं करते थे। ഒടുവിൽ വിവാഹത്തെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങ് ചെന്നൈക്ക് പോയി. അന്ന് വൈകിട്ട് പിള്ളേർ ആഹാരം കൊണ്ട് കൊടുത്തപ്പോൾ ഭർത്താവ് പിള്ളേരോട് പറഞ്ഞു, ഇനി ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് വിളിച്ച് ഭാഷയെ വരുത്തിയ കല്യാണം കഴിക്കുള്ളെന്ന് പറഞ്ഞു. उन्होंने प्रेज़ द लॉर्ड, जब उनके बच्चे लोग भोजन देने के लिए आया, तो उन्होंने ऐसा कहा है कि अभी मैं शादी करना है, तो जो चेन्नई से आया हुआ पास्टर को बुला के शादी कराएंगे। ആ ഒരൊറ്റ വാക്ക് ആ ഭാര്യയുടെ ഹൃദയത്തെ കുലുക്കി. वो एक शब्द वो पति के हृदय को हिलाया। അവരുടെ കുടുംബജീവിതം ധന്യമായി. उनका जो पारिवारिक जीवन धन्य हो गया। അവർ രണ്ടുപേരും ചെന്നൈ വന്നു. वो दोनों मिलकर चेन्नई में आया। നമ്മൾ കർത്താവ് വരുന്നു പ്രസംഗിച്ചു പോയാൽ ഇവിടെ കുടുംബം തകർന്നുകൊണ്ടേയിരിക്കും. हम प्रभु आ रहे हैं करके खाली भाषण देते रहेगा तो यहाँ का पारिवारिक जीवन नाश होते जाएंगे। ഇന്ന് ഒരു കല്യാണം ആലോചിക്കാൻ പേടിയാണ്. आज एक शादी के बारे में विचार करने के लिए भी डर होता है। ഞാൻ ഒരുപാട് വിവാഹം ആലോചിച്ചു കൊടുത്തിട്ടുണ്ട്. പൈസ മേടിക്കാൻ നിൽക്കത്തില്ല, ആലോചിച്ചു കൊടുത്തേച്ച് ഞാനിങ്ങ് മാറും. मैं बहुत सारे लोगों को शादी कराने के लिए आपस में बात करके दे देता है, लेकिन पैसा कुछ लेता नहीं है, दोनों को एक साथ बात करा के मैं निकल जाता है। ഇന്ന് പേടിയാ ഒരാൾക്ക് ആലോചിച്ചു കൊടുക്കാന്. आज ऐसा शादी के बारे में बंदोबस्त कराने के लिए बहुत डर होता है। അത് ഇങ്ങനെ ഒരുപാട് കാര്യം കിടക്കുകയാണ്. कारण यह है कि ऐसा कई सारे विषय उसमें पड़ा है। വിവാഹം എല്ലാവർക്കും മാന്യമാണ്. हमें जो विवाह है, जो शादी है, सभी के लिए प्रेज़ द लॉर्ड आदर की बात होना चाहिए। നീ ഭർത്താവിനെ ചതിച്ചാൽ നീ എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. तो पति को अगर धोखा देगा, तुम कितना भी उपवास लेके प्रार्थना करेगा तो भी परमेश्वर नहीं सुनेंगे। ഭർത്താവിനെ തിരിച്ചും വന്നാൽ ദൈവം എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല ദൈവം. पति पत्नी को भी अगर धोखा देगा, तुम कितना भी प्रार्थना करे, परमेश्वर नहीं सुनेंगे। വിവാഹം എല്ലാവർക്കും മാന്യമാണ്. जो विवाह सभी के लिए आदर की बात है। അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, इसीलिए भजन संगीत वाला ऐसा कहता है, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, मैं जो बैठता हूं आप जानते हैं, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, मैं जब उठता है आप जानते हैं, എന്റെ കിടപ്പ് നീ അറിയുന്നു, मेरा लेटना तो जानते हैं, ഞാൻ എവിടുന്നാ എഴുന്നേൽക്കുന്നെന്ന് അറിയുന്നു, मैं कहां से उठता हूं वो आप जानते हैं, ഞാൻ എന്താണ് ഹൃദയത്തിൽ വിചാരിക്കുന്നത്, मैं मेरा हृदय में क्या सोचता हूं वो भी आप जानते हैं। ഞാൻ എന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. मेरा हृदय के विचारों को तो दूर ही से जानबीन करते हैं। അതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ദൈവമക്കളോടായി ഞാൻ പറയുന്നു, इसलिए आज इस प्लेटफॉर्म में आया हुआ परमेश्वर के लोगों से मैं ये कहता हूँ, സകലതും ദൈവം കണ്ടുവെക്കുന്നു, സകലതും ദൈവം കണ്ടുവെക്കുന്നു, സകലതും കണ്ടുവെക്കുന്നു. सब कुछ परमेश्वर देख के रखता है। നീ നീതീകരിക്കാൻ പോയാൽ ദൈവം ആകാശത്തെ ഭൂമിയെ വിളിക്കും. तो अपने आप को धार्मिक बनाने के लिए जाएगा तो परमेश्वर आसमान और धरती को बुलाएंगे। ദൈവം വിടത്തില്ല, സാക്ഷിയുണ്ടതിന്. परमेश्वर नहीं छोड़ेंगे क्योंकि गवाही है। എന്തിനാ സ്വർഗത്തിൽ പോകുന്നതിനെ അല്ലാത്തൊരു ഒരു പ്രശ്നവുമില്ല.
हमें किसके लिए, हमें स्वर्ग में जाने के लिए है, हमें दूसरा कोई समस्या नहीं। ആകയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इसलिए परमेश्वर हमें आशीर्वाद दे। രാവിലെ ഈ ഒരു വചനം തന്നത് എന്നോട് ഭാരപ്പെടരുത്, ആരും വിഷമിക്കരുത്. ഇനിയും എന്നെ വിളിക്കണം, ഞാൻ പ്രസംഗിക്കാം. തോമസ് ഭാഷ എന്നോട് പറഞ്ഞു വ്യാഴാഴ്ച പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ഉണ്ട്, എന്നാല് അന്ന് വേറൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭാഷേ എന്നെ ഒന്നും മിണ്ടിയേച്ചാ മതി, ഞാൻ പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പ്രസംഗിക്കുന്നത്. आमीन। मुझे अवसर मिलेगा तो मैं और भी परमेश्वर के वचन से बातें करेंगे। प्रेज द लॉर्ड। गुरुवार के दिन बोला था, लेकिन आज मुझे भाषण देने का था। प्रेज द लॉर्ड। इसलिए मैं आज അതിന്റെ वचन ഒരു റിസൾട്ടൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. एक शब्द और बोल के समाप्त करता हूँ। 42 വർഷമായി സഭാ പരിപാലനത്തിലുണ്ട് ഞാൻ. 42 साल हो गया है मैं कलीसिया को चलाते हुए। എന്റെ കർത്താവിനാൽ എന്റെ വിശ്വാസികൾ ആരും എനിക്ക് നഷ്ടപോയിട്ടില്ല. വിശ്വാസികൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. कोई भी विश्वासी लोग नष्ट नहीं हुआ है। എവിടെ കണ്ടാലും എന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കും അവരൊക്കെ, കാരണം അവരുടെ കുടുംബജീവിതം നന്നാക്കി കൊടുത്തിട്ടുണ്ട്. जहां पर भी देखे हो तो हमें मुझे गले लगाता है, क्योंकि सब परिवारों को मैं बना के दिया हुआ है। ആകയാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. इसलिए परमेश्वर हम सभी को आशीर्वाद दे। ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും. हमारे लिए भी प्रार्थना करना। थैंक यू पास्टर। प्रेज द लॉर्ड, हालेलुया। प्रभु को स्तुति। परमेश्वर